أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم يسألونك عن الروح قل الروح من أمر ربي وما أوتيتم من العلم إلا قليلا. السلام عليكم ورحمة الله. മരണം ചർച്ച ചെയ്യപ്പെടുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ പ്രോഗ്രാം ഷെഡ്യൂൾ നോക്കിയപ്പോൾ ബഹുമാന്യനായ സഹീർ വട്ടവും മരണത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്നിലേൽപ്പിക്കപ്പെട്ടത് സയൻസ് ഓഫ് ഡെത്ത്, ശാസ്ത്രീയമായി എന്താണ് മരണം. മരണം എന്നുള്ളത് ശാസ്ത്രത്തിന് അല്ലെങ്കിൽ മെഡിക്കൽ സയൻസിന് ഇന്നും കൃത്യമായിട്ടുള്ള ഒരു എത്തും പിടിയും കിട്ടാത്ത ഒരു സംഗതിയാണ് മരണം. നമുക്കറിയാം, പലതരത്തിലുള്ള മരണങ്ങളുണ്ട്. രോഗം ബാധിച്ച് മരിക്കുന്ന ആളുകളുണ്ട്, പലതരം രോഗങ്ങൾ. ചില ആളുകൾ അപകട മരണങ്ങളാണ്, പലതരത്തിലുള്ള അപകടങ്ങളിലൂടെ പെട്ടെന്ന് മരണപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. ചുരുക്കം ചില ആളുകളെ മറ്റുള്ള ആളുകൾ കൊലപ്പെടുത്തുന്നുണ്ട്, അങ്ങനെ മരണം സംഭവിക്കുന്നുണ്ട്. വേറെ ചില ആളുകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, സ്വന്തമായി സ്വന്തം ജീവനെ നശിപ്പിച്ച് കളയുന്നുണ്ട്. പലതരത്തിൽ മരണപ്പെടുന്നുണ്ട്. നമ്മൾ ജീവിതത്തിൽ, എന്നെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ശ്രമിച്ചിട്ട് ആരെയെങ്കിലും മരിപ്പിക്കാതിരിക്കാനോ ആരെയെങ്കിലും മരിപ്പിക്കാനോ സാധിച്ചിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ മരിക്കും എന്ന് പ്രതീക്ഷിച്ച് ചികിത്സിച്ച ഒരുപാട് ആളുകൾ ഒരു പ്രശ്നവുമില്ലാതെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ ഞാൻ മരിക്കരുത് എന്ന് പ്രതീക്ഷിച്ച ആളുകളൊക്കെ കുറേ പേർ മരിച്ചു പോയിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ന് സംഭവിക്കുന്ന മരണങ്ങൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ, എൻ്റെ ഒരു അടുത്ത ബന്ധു ഏതാണ്ട് ഒരു 6 മാസം മുമ്പ് രാത്രി സുഹൃത്തുമായി കുശലം പറഞ്ഞിരിക്കുകയാണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു അപസ്മാരം പോലെ വരികയും മിനിറ്റുകൾക്കുള്ളിൽ മരണപ്പെട്ടു പോവുകയും ചെയ്തു. ചെറുപ്പക്കാരനാണ്, 27 വയസ്സ്, മറ്റ് അസുഖങ്ങളൊന്നുമില്ല. ആശുപത്രി തൊട്ടടുത്തുണ്ടായിരുന്നു. കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയത്തിൽ വെച്ചിട്ടാണ് സംഭവിച്ചത്. പക്ഷേ ആർക്കും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഞാനൊരിക്കൽ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ള ഒരു രോഗിയുടെ അടുത്ത്, ഞാൻ ചെയ്തതല്ല, എൻ്റെ ചീഫ് ചെയ്തിട്ടുള്ള ഒരു സർജറി, അദ്ദേഹത്തിന് വയറിലൊരു സർജറി ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അദ്ദേഹം ഓപ്പറേഷൻ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞ് അദ്ദേഹത്തോട് സാറ് റൗണ്ട്സിൻ്റെ സമയത്ത് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, ഓപ്പറേഷനൊക്കെ വലിയ കുഴപ്പമില്ലാതെ നടന്നിട്ടുണ്ടല്ലോ, നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കിയെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് നിന്നു. 45 വയസ്സാണ് അദ്ദേഹത്തിന്. അദ്ദേഹം ആ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് തിരിച്ചു വന്നതാണ്. അപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു. അപ്പോൾ നിന്നപ്പോൾ സാറ് വീണ്ടും പറഞ്ഞു, ഒന്ന് ആ വരാന്തയുടെ അങ്ങേയറ്റം വരെ ഒന്ന് നടന്നിട്ട് വരുമോ ചോദിച്ചു. ഒരു കുഴപ്പമില്ല. അദ്ദേഹം മെല്ലെ നടന്നു, ഒറ്റയ്ക്ക് തന്നെ നടന്നു, അവിടം വരെ നടന്നു, തിരിച്ച് ബെഡിൽ വന്ന് കിടന്നു. കിടന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അനക്കല്ല, മരിച്ചുപോയി. ഡോക്ടർമാരൊക്കെ ചുറ്റും നിൽക്കുന്നിടത്ത് അങ്ങ് മരിച്ചു. എത്ര ആക്സിഡൻ്റ് ഡെത്തുകൾ നമ്മുടെ കയ്യിൽ കൂടെ മരണപ്പെട്ടു പോകണം. നേരെ മറിച്ച് ഞാനൊരിക്കൽ എൻ്റെ അടുത്ത് വന്നിട്ടുള്ളൊരു രോഗി
അദ്ദേഹത്തിന് വായയിൽ ക്യാൻസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ വയസ്സ് 90-ന് മുകളിലാണ്. 90-ന് മുകളിൽ വയസ്സുള്ളൊരു പ്രായമായിട്ടുള്ള ഒരു രോഗിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് വായിൽ ക്യാൻസറായിരുന്നു. അപ്പോൾ ചീഫിൻ്റെ നേതൃത്വത്തിൽ സർജറിയൊക്കെ കഴിഞ്ഞു. ക്യാൻസർ എടുത്ത് കളഞ്ഞു. എന്നിട്ട് നെഞ്ചിൽ നിന്നും മാംസം എടുത്ത് വായിലേക്ക് വെച്ചു. ആ ഉണ്ടായിട്ടുള്ള വലിയ വിടവ് നികത്തി. നികത്തി കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ICUവിലാക്കി. ഓപ്പറേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം അദ്ദേഹത്തിന് ഒരു അറ്റാക്ക് വന്നു. അറ്റാക്ക് വന്നു. എല്ലാ ഡോക്ടർമാരും കൂടി ഓടി വന്ന് അദ്ദേഹത്തിന് CPR ഒക്കെ കൊടുത്തു. വെന്റിലേറ്ററിലേക്ക് മാറ്റി. അപ്പോൾ ഞങ്ങൾ ഓടിയെത്തുമ്പോഴേക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ BP എന്ത് കളിച്ചിട്ട് നിൽക്കുന്നില്ല. അങ്ങനെ 4 സപ്പോർട്ടിംഗ് ഡ്രഗുകളിൽ ഇദ്ദേഹത്തിൻ്റെ BP താങ്ങി നിർത്തി. അപ്പോൾ CPR കൊടുത്തപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു 3-4 വാരിയലുകളൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദിവസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, വെന്റിലേറ്ററിൽ തന്നെ, മരുന്നുകളൊന്നും മാറ്റാൻ കഴിയുന്നില്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ആ ഒരു മാംസത്തിലേക്കുള്ള രക്തോട്ടം കുറച്ച് കുറഞ്ഞിട്ട് അതൊക്കെ കുറച്ച് കരിഞ്ഞു പോകാൻ തുടങ്ങി. നമ്മൾ വിചാരിച്ചു എന്തായാലും ഇദ്ദേഹം മരണപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ 6, 7, 8 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മെല്ലെ ഇമ്പ്രൂവ് ചെയ്ത് വരാൻ തുടങ്ങി. മെല്ലെ അദ്ദേഹത്തിൻ്റെ അകത്തുനിന്ന് ആ പൊട്ടിയ വാരിയലുമായി മെല്ലെ എഴുന്നേറ്റ് വന്നു. അങ്ങനെ ഒരു 12 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പൂർണ്ണമായും ആ അറ്റാക്കിൽ നിന്നും മോചിതനാവുകയും ചികിത്സിക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിനെ വാർഡിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ തുളച്ചിട്ടൊരു ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. ട്രക്യൂസ്റ്റമി എന്നാണ് ആ ട്യൂബിൻ്റെ പേര്. അങ്ങനെ ഒരു ഞായറാഴ്ച, ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, രാത്രിയിലൊരു കോള് വന്നു. അദ്ദേഹം വാർഡിൽ വലിയ കുഴപ്പമില്ലാതിരിക്കുകയാണ്. പിന്നെ കുറച്ച് ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ വാർഡിൽ നിന്നൊരു കോള് വന്നു, ആ പേഷ്യൻ്റ് ഛർദ്ദിക്കുന്നുണ്ട്, ഉടനെ വരണം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഓടിപ്പോയി. അവിടെ ചെന്ന് നോക്കിയപ്പം അദ്ദേഹം ഛർദ്ദിക്കുന്നുണ്ട്. മാത്രമല്ല, അദ്ദേഹത്തിന് ഛർദ്ദിക്കുന്നത് വരുന്നത് ഈ തൊണ്ടയിലിട്ട ട്യൂബിൻ്റെ അകത്തുകൂടിയാണ് ഛർദ്ദിക്കുന്ന സാധനങ്ങളൊക്കെ പുറത്തോട്ട് വരുന്നത്. അതായത് ഈ തൊണ്ടയിലിട്ട ട്യൂബ് ശ്വാസനാളത്തിലേക്ക് ഇട്ടതാണ്. അപ്പോൾ ഛർദ്ദിച്ചിട്ട് ശ്വാസകോശത്തിനകത്ത് കയറിപ്പോയതിന് ശേഷം അതെല്ലാം ഈ ട്യൂബിനുള്ളിലൂടെ പുറത്തോട്ട് വന്നതാണ്. ഉടനെ തന്നെ അദ്ദേഹത്തിന് ICUവിലോട്ട് മാറ്റി. വളരെ കഷ്ടപ്പെട്ട് ഇതൊക്കെ സക്ഷൻ ചെയ്ത് എടുത്ത് കളഞ്ഞ് ഉടനെ തന്നെ അതിനനുസരിച്ചുള്ള മരുന്നുകളൊക്കെ കൊടുത്ത് വീണ്ടും വെന്റിലേറ്ററിലേക്ക് മാറ്റി അദ്ദേഹത്തിന്. അങ്ങനെ വീണ്ടും 4-5 ദിവസം അദ്ദേഹം വെന്റിലേറ്ററിലേക്ക് കിടക്കുകയും അദ്ദേഹം വീണ്ടും അവിടുന്ന് രക്ഷപ്പെട്ടു വരികയാണ്. അദ്ദേഹം അവിടുന്ന് രക്ഷപ്പെട്ടു, വാർഡിലേക്ക് മാറ്റി. അപ്പോൾ ഞാൻ കോട്ടയത്തു നിന്നാണ് ഇത് സംഭവിച്ചത്. കോട്ടയത്ത് ഞാൻ ഏകദേശം പോരാൻ സമയത്ത് ഒരു ദിവസം അദ്ദേഹം എന്നെ കാണാൻ വന്നിരുന്നു. ഞങ്ങളെല്ലാവരെയും കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊണ്ടയിലിട്ടിരുന്ന ആ ട്യൂബൊക്കെ മാറ്റി കൊടുത്തു. അദ്ദേഹം ഓക്കെ ആയി. 90 വയസ്സിന് മുകളിലുള്ള ഒരാളാണ്. മരിച്ചു പോകുന്നു പലവട്ടം ഞങ്ങൾ വിചാരിച്ചത്, പക്ഷെ അദ്ദേഹം മരിച്ചു പോയിട്ടില്ല. വേറൊരു ആള്, അദ്ദേഹം കുട്ടനാട്ടിലൊരു കർഷകനായിരുന്നു. അപ്പം നിലമുഴുന്ന ട്രാക്ടർ ഈ ചളിയിൽ നിന്ന് തള്ളി വരമ്പത്തേക്ക് കയറുന്ന സമയത്ത് ഈ ട്രാക്ടർ പിറകിലോട്ട് മറിഞ്ഞു. എന്നിട്ട് അതിൻ്റെ ആ മാന്തുന്ന സാധനം ഇദ്ദേഹത്തിൻ്റെ വയറിൽ വന്ന് പതിച്ചു. ഫുള്ള് വയറങ്ങ് മാന്തിപ്പോയി ഈ സാധനം വർക്കായിട്ട്. അപ്പോൾ നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടല് മുഴുവൻ പുറത്താണ്. രക്തമെമ്പാടും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാഷ്വാലിറ്റിയിലെത്തിയപ്പോൾ ഒരുപാട് രക്തം നഷ്ടപ്പെട്ടു പോയൊരു ബോധമില്ല. പക്ഷെ അദ്ദേഹത്തിനെ ഒരുപാട് രക്തമൊക്കെ ട്രാൻസ്ഫ്യൂസ് ചെയ്തു. ഒരുപാട് സർജറികൾ മേൽക്കുമേലെ ചെയ്തു. മൂത്രസഞ്ചിയൊക്കെ ഇങ്ങനെ തുറന്നിരിക്കുകയായിരുന്നു. അതൊക്കെ റിപ്പയർ ചെയ്തു. അദ്ദേഹം ഒരു കുഴപ്പമില്ലാതെ വീട്ടിൽ പോയി. ഞാൻ ഈ 2 ഭാഗവും പറഞ്ഞത്, മരണമെന്നുള്ളത് നമ്മുടെ ആരുടെയും കയ്യിലുള്ള കാര്യമല്ല. ചികിത്സിക്കാൻ നമുക്ക് ചികിത്സിച്ച് നോക്കാം. പടച്ച തമ്പുരാന് സമയം എത്തിച്ചിട്ടുണ്ടെങ്കിൽ മരണം അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആ ഒരു ഉറപ്പ് നമുക്ക് വേണം, ആ മരണം എന്നുള്ളത്. ഇനി എന്താണ് മരണം, മരിക്കുമ്പം നമുക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? ഇപ്പോൾ ഈ സയൻസ് ഓഫ് ഡെത്ത്, അതിൻ്റെ പേര് തനറ്റോളജി എന്നാണ്. അങ്ങനെ ഒരു ശാസ്ത്രശാഖയുണ്ട്. ഡെത്ത്, മരണത്തെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. അപ്പം എങ്ങനെയാണ് ഒരു മനുഷ്യൻ മരണപ്പെടുന്നത്? ഒരുപാട് രീതിയിൽ മരണപ്പെടാം. പക്ഷെ നമ്മുടെ ശാരീരികമായിട്ടുള്ള നമ്മുടെ അവയവ വ്യവസ്ഥകൾ വെച്ച് നോക്കുമ്പോൾ പ്രധാനപ്പെട്ട 3 സിസ്റ്റങ്ങളാണ്
നമ്മുടെ ബോഡിയിൽ നമുക്ക് വേണ്ടി കാര്യമായി പ്രവർത്തിക്കുന്നത്, എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ഇവയുടെ പ്രവർത്തനം നിന്നു പോയിട്ടുണ്ട് എങ്കിൽ മരണം സംഭവിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒന്ന് ഹൃദയമാണ്, മറ്റൊന്ന് ശ്വാസകോശമാണ്, മറ്റൊന്ന് തലച്ചോറാണ്. ഇത് കൂടാതെ കിഡ്നിയും അതേപോലെ തന്നെ ലിവറും ഉണ്ട്. അത് പെട്ടെന്ന് ചെറിയ പരിക്കൊന്നും പറ്റിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മരണം സംഭവിക്കില്ല, പക്ഷേ മരണം സംഭവിക്കാം. നേരത്തെ ഇവിടെ പറഞ്ഞിട്ടുള്ള ബ്രെയിൻ ഡെത്ത്, കാർഡിയാക് ഡെത്ത് എന്ന് 2 മരണങ്ങളുണ്ട്. എന്താണ് ബ്രെയിൻ ഡെത്ത്, എന്താണ് കാർഡിയാക് ഡെത്ത്? ബ്രെയിൻ ഡെത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ ശരീരത്തിൽ വളരെ രസകരമായിട്ടുള്ളൊരു സംഭവമുണ്ട്. ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന, വേറെ ആരുടെയും സഹായങ്ങളില്ലെങ്കിലും സ്വന്തമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അവയവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൃദയം മാത്രമാണ്. വേറെ എല്ലാവരും പ്രവർത്തനം നിർത്തിയിട്ടുണ്ടെങ്കിലും ഹൃദയത്തിന് ഒറ്റയ്ക്ക് പ്രവർത്തിക്കാൻ കഴിയും. ഹൃദയത്തിൽ ഒരു എസ് നോഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്, കുട്ടികൾ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം അറിയാം. അവിടെ നിന്നാണ് ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ തുടങ്ങുന്നത്. അത് സ്വന്തമായി പ്രവർത്തിക്കാൻ കഴിയുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ മറ്റ് അവയവങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ പോലും ഹൃദയത്തിന് സ്വന്തമായി പ്രവർത്തിക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് തന്നെ ഒരാളുടെ തലച്ചോറിലേക്കുള്ള രക്തോട്ടം നിലച്ചോ, അല്ല തലച്ചോറിന് പരിക്ക് പറ്റിയോ, തലച്ചോറിന് അസുഖം വന്നോ, തലച്ചോറിൻ്റെ പ്രവർത്തനം നിന്നു പോയാൽ പോലും അദ്ദേഹത്തിൻ്റെ ഹൃദയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഹൃദയം പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആവശ്യമായ ഓക്സിജനും ന്യൂട്രിയൻസും പോഷകങ്ങളൊക്കെ എത്തുന്നത് കൊണ്ട് തന്നെ മറ്റ് അവയവങ്ങളും ജീവിച്ചിരിക്കും. അപ്പോൾ അതാണ് ബ്രെയിൻ ഡെത്ത് എന്ന് പറഞ്ഞാൽ. ബ്രെയിൻ ഡെത്ത്, ഇന്ത്യയിൽ ബ്രെയിൻ ഡെത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യൻ മരിച്ചതായി കണക്കാക്കില്ല. ഇന്ത്യൻ നിയമം അനുസരിച്ച് ഹാർട്ടിൻ്റെ മിടിപ്പ് നിന്നാൽ മാത്രമേ നമ്മൾ മരിച്ചതായി കണക്കാക്കുള്ളൂ. ഈ ബ്രെയിൻ ഡെത്ത് നടന്ന ആളുകളിൽ പക്ഷേ ഹാർട്ട് മിടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്നാണ് നമ്മൾക്ക് ഈ അവയവങ്ങളൊക്കെ മാറ്റി വെക്കാവുന്നത്. കിഡ്നി ആയാലും കിഡ്നി അല്ല, അതേപോലെ വലിയ ഓരോ കിഡ്നിയൊക്കെ ജീവനുള്ള ആളുകളിൽ നിന്ന് മാറ്റി വെക്കാം, ലിവറും കിഡ്നിയും. ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ഇങ്ങനെയുള്ള ആളുകളിൽ കൺസെൻ്റ് എടുത്തതിന് ശേഷമാണ്, അതായത് സമ്മതപത്രം എടുത്തതിന് ശേഷമാണ് ഓരോ അവയവങ്ങളും നമ്മൾ മാറ്റി വെക്കുന്നത്. അതാണ് കാർഡിയാക് ഡെത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിന്നു പോകുക. നമ്മളെവിടെ മരിക്കണം എന്നുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിന്നാൽ മാത്രമേ മരണപ്പെട്ടു എന്ന് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഈ മരിക്കുമ്പം എന്താണ് നഷ്ടപ്പെടുന്നത് അത് നമുക്കൊന്ന് നോക്കാം, എന്താണ് സംഗതി എന്നുള്ളത്. ഇതാണ് മനുഷ്യൻ്റെ ഹൃദയം. ഈ ഹൃദയം നമ്മളെ ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലായിരുന്ന സമയത്ത് മിടിച്ചു തുടങ്ങുന്ന. അത് എപ്പോഴാണ് മിടിപ്പ് നിർത്തുന്നത് അറിയാമോ? ഇല്ല. അത് എപ്പോഴാണോ മിടിപ്പ് നിർത്തുന്നത് അപ്പം നമ്മൾ മരണപ്പെടും. ഇനി ഇത് 1 മിനിറ്റിൽ ഏകദേശം 72 തവണ മിടിക്കുന്നുണ്ട്. അത് 1 മണിക്കൂറിലാവുമ്പം 60 കൊണ്ട് ഗുണിക്കാം. അത് 1 ദിവസത്തിലാവുമ്പം വീണ്ടും 24 കൊണ്ട് ഗുണിക്കാം. അത് 1 വർഷത്തിലേക്ക് പോകുമ്പോൾ വീണ്ടും 365 കൊണ്ട് ഗുണിക്കാം. എത്ര മിടിച്ചിട്ടുണ്ടാവും നിങ്ങളെ ഹൃദയം? ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി ഹൃദയത്തിന് 2 ഭാഗങ്ങളുണ്ട്, വലത് ഭാഗവും ഇടത് ഭാഗവും ഉണ്ട്. ഈ വലത് ഭാഗത്തേക്ക് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ നോക്കിയാൽ കാണാം, നീല നിറത്തിൽ കാണുന്നത്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അശുദ്ധ രക്തം ഹൃദയത്തിൻ്റെ വലത് ഭാഗത്തേക്ക് എത്തിയിട്ട് അവിടുന്ന് ആ അശുദ്ധ രക്തം ശ്വാസകോശത്തിലേക്ക് പോകും. ശ്വാസകോശത്തിൽ നിന്ന് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജനുമായിട്ട് കൂടിക്കലർന്നതിന് ശേഷം ഈ ചുമപ്പ് കളറിൽ കാണുന്ന ഹൃദയത്തിൻ്റെ ഇടതുഭാഗത്തേക്ക് വരും. ഇടതുഭാഗത്തേക്ക് വന്നതിന് ശേഷം അത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യപ്പെടും.
ഇതാണ് ഒരു കാർഡിയാക് സൈക്കിൾ എന്ന് പറയുന്നത്. ഇതിനെടുക്കുന്ന സമയം 0.8 സെക്കൻഡ് മാത്രമാണ്. ഒരു സെക്കൻഡിൻ്റെ കുറവ്, ഒരു സെക്കൻഡിലും കുറവ്, 0.8 സെക്കൻഡ്. അപ്പോൾ ഒരു മിടിപ്പിൽ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് രക്തം ഹൃദയത്തിൻ്റെ വലതുഭാഗത്തെത്തുന്നു, വലതുഭാഗത്തു നിന്ന് ശ്വാസകോശത്തിലെത്തുന്നു, ശ്വാസകോശത്തു നിന്ന് ഓക്സിജൻ കലരുന്നു, കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ വിടുന്നു, എന്നിട്ട് ഹൃദയത്തിൻ്റെ ഇടതുഭാഗത്ത് വരുന്നു, അവിടുന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം പമ്പ് ചെയ്യപ്പെടുന്നു. ഇത് ആലോചിക്കുമ്പോഴേക്ക് തന്നെ ഒരു 3-4 സെക്കൻഡ് പോയിട്ടുണ്ടാവും. പക്ഷെ അതിൻ്റെ മുമ്പേ ഒരുപാട് തവണ ഹൃദയം മിടിച്ച് ഇത് കൃത്യമായിട്ട് സംഭവിക്കുന്നതാണ്. ഇതിങ്ങനെ കൃത്യമായിട്ട് സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. കാണാം, കൈയിൻ്റെ മുകളിൽ കാണുന്ന ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഞരമ്പുകൾ കാണാം. ഇതാണ് വെയിൻസ് എന്ന് വെച്ചിട്ടുണ്ട്. ഇത് ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അശുദ്ധ രക്തം കൊണ്ടുപോകുന്നതാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അശുദ്ധ രക്തം ഹാർട്ടിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് നമ്മൾ ഈ മുകളിൽ കാണുന്ന രക്തക്കുഴലുകൾ. ഈ ചുമപ്പ് കളറിൽ കാണുന്ന രക്തക്കുഴലുകളാണ് ഹൃദയത്തിൽ നിന്നും രക്തം കൊണ്ടുവരുന്ന രക്തക്കുഴലുകൾ. ഈ രക്തം എന്താണ് ചെയ്യുന്നത്? ശരീരത്തിൽ രക്തം എന്താണ് ചെയ്യുന്നത്? രക്തം ചെയ്യുന്നത് കോശങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളും കൂടെ ഓക്സിജനും കോശങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക. ഇതാണ് രക്തം ചെയ്യുന്നത്. തിരിച്ച് ഈ നീല കളറിൽ കാണുന്ന രക്തക്കുഴലുകളിലൂടെ അശുദ്ധ രക്തം ഹൃദയത്തിലേക്ക് പോവുകയും ചെയ്യും. ഇനി എവിടെ വെച്ചിട്ടാണ് ഈ ഓക്സിജൻ കോശങ്ങൾക്ക് കൊടുക്കുന്നത്? ഇങ്ങനൊരു സ്ഥലം കാണാം. ഇത് വിരലിൻ്റെ അറ്റമുള്ള ഭാഗമാണ്. അതേപോലെ ഇതിൻ്റെ പേര് കാപ്പിലറീസ് എന്നാണ്. ഈ കാപ്പിലറീസ് എന്ന് വെച്ചാൽ ചെറിയ രക്തക്കുഴലുകളാണ്. നമ്മൾ കൈ മുറിഞ്ഞിട്ടുണ്ട് എങ്കിൽ രക്തം വരുന്ന സ്ഥലം നമ്മൾ കാണാറില്ല, പക്ഷേ എവിടുന്നൊക്കെ രക്തം വരില്ല. അത്രയും ചെറിയ രക്തക്കുഴലുകളാണ് കാപ്പിലറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാപ്പിലറീസിൻ്റെ അകത്തു നിന്നാണ് ഓക്സിജൻ കോശങ്ങൾക്ക് കൊടുക്കുന്നത്. എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് രക്തത്തിലേക്ക് തിരിച്ചു വാങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ചുവപ്പ് കളറും ഇത് ഓക്സിജൻ അടങ്ങിയാണ്. ഇവിടുന്ന് ഓക്സിജൻ പുറത്തോട്ട് പോകുമ്പോൾ ഈ സൈഡിലെത്തുന്ന സമയത്ത് അത് നീല കളറാകുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് അടങ്ങിയിട്ടുള്ള രക്തമായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്സിജൻ കൊടുക്കുന്നത് എൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിറ്റിൽ ഏകദേശം 4.5 ലിറ്റർ രക്തമാണ് ഹൃദയം പമ്പ് ചെയ്യുന്നത്. 1,00,000 ബീറ്റ്സ് പെർ ഡേ. ഒരു ദിവസം 1,00,000 തവണ ഹൃദയം മിടിക്കുന്നുണ്ട്. ഒരു വർഷത്തിൽ 35 മില്യൺ, ഒരു മില്യൺ വെച്ചാൽ 10 ലക്ഷം, 35 മില്യൺ തവണ ഹൃദയം മിടിക്കുന്നുണ്ട്. ഇത് ഹൃദയത്തിൻ്റെ വലത് ഭാഗത്തേക്ക് അശുദ്ധ രക്തം എത്തുന്നു. വലത് ഭാഗത്തു നിന്ന് ഈ കള്ളി കാണുന്നതാണ് ശ്വാസകോശം. ശ്വാസകോശത്തിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ശ്വാസകോശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്വാസം അകത്തോട്ട് വലിച്ചിട്ട് എന്തിനാണ് ഈ ശ്വാസം എടുക്കുന്നത്? ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു മിനിറ്റിൽ നമ്മൾ 12 തൊട്ട് 14 തവണ വരെ ശ്വാസം എടുക്കുന്നുണ്ട്. ഈ ശ്വാസം എടുക്കുന്ന ആരെങ്കിലും അറിഞ്ഞിട്ടാണോ എടുക്കുന്നത്? ഞാനിപ്പോൾ അത് പറയുന്ന സമയത്ത് നിങ്ങളിപ്പോൾ അറിയുന്നുണ്ടാവും, ശ്വാസം എടുക്കുന്നുണ്ട്. ഇതുവരെ അറിഞ്ഞിട്ടുണ്ടാവില്ല, ശ്രദ്ധിക്കാതെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഈ ശ്വാസത്തിൽ വരുന്ന ഓക്സിജൻ എന്ത് ചെയ്യും? ലങ്സിൽ വെച്ച് രക്തത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയും അതേ സ്ഥലത്ത് തന്നെ വെച്ചിട്ട് രക്തത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ലങ്സിലേക്ക് പുറന്തള്ളും. എന്നിട്ട് അത് നമ്മൾ പുറത്തോട്ട് ശ്വാസം എടുക്കുമ്പോൾ അത് പുറത്തോട്ട് പോവുകയും ചെയ്യും. ഇതൊരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറേ ചെറിയ പരിപാടികൾ ഒരുപാട് നടക്കുന്നുണ്ട്. ഇത് പറയുന്ന പോലെ അങ്ങോട്ട് എളുപ്പമല്ല. ഈ ഓക്സിജൻ അങ്ങോട്ട് കലർത്തുകയും കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങോട്ട് പുറത്തോട്ട് വരിക എന്ന് പറയുന്നതൊക്കെ ഒരുപാട് എൻസൈമാറ്റിക് ആക്ഷൻസ് കാരണം വരുന്ന ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. താഴെ ഭാഗത്ത് എത്തുമ്പോൾ ഏകദേശം ചുമന്ന കളറായി വരുന്നു. അതിനകത്ത് ഓക്സിജൻ കലർന്നത് ഈ കള്ളികളിൽ കാണുന്നത് ശ്വാസകോശമാണ്. ഇതിൻ്റെ അകത്ത് രക്തത്തിൽ ഓക്സിജൻ കലർന്നു. ഹൃദയത്തിൻ്റെ ഇടതുഭാഗത്തേക്ക് എത്തി. ഡയറക്റ്റ് ആയിട്ട് ഹൃദയത്തിൻ്റെ വലതുഭാഗവും ഇടതുഭാഗവും തമ്മിൽ ജനിച്ച് വീണ ആളുകളിൽ കണക്ഷൻ ഇല്ല. കുട്ടികളിൽ കണക്ഷൻ ഉണ്ട്, പക്ഷേ ഗർഭപാത്രത്തിലുള്ള കുട്ടികളിൽ കണക്ഷൻ ഉണ്ട്, പക്ഷേ ജനിച്ച് പുറത്തെത്തിയ ആളുകളിൽ കണക്ഷൻ ഇല്ല. അപ്പോൾ ഇവിടുന്ന് അതെന്ത് ചെയ്യുന്നു? ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് ഒരു ഹൃദയത്തിൻ്റെ ഒരു മിടിപ്പിൽ സംഭവിക്കുന്നത്. ഒന്ന് കൈ വെച്ച് നോക്കി, ഒന്ന് ആലോചിച്ച് നോക്കി എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ഒരു തവണ ഹൃദയം മിടിക്കുന്ന സമയത്ത് നിന്ന്. ഇതങ്ങ് നിന്ന് പോയാൽ മരിച്ചു, ഇത്രേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കി.
ഹൃദയത്തിൻ്റെ ഇടതുഭാഗത്തേക്ക് അശുദ്ധരക്തം, അവിടുന്ന് അത് ശ്വാസകോശത്തിൽ പോകുന്നു, ഓക്സിജൻ കലരുന്നു, തിരിച്ച് ഇടതുഭാഗത്ത് വരുന്നു, ഇടതുഭാഗത്ത് നിന്ന് വിവിധ ഭാഗങ്ങളിലേക്ക് രക്തം ഓക്സിജൻ കലർത്തി പമ്പ് ചെയ്യപ്പെടുന്നു. ഇനി ഹൃദയത്തിൻ്റെ അകത്ത് വാൽവുകളുണ്ട്. വാൽവുകൾ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ ഒരു അറയിൽ നിന്ന് മറ്റൊരു അറയിലേക്ക് ആവശ്യമില്ലാതെ രക്തം പോകാൻ പാടില്ല. ഈ വാൽവുകൾ എന്ന് വെച്ചാൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു സംവിധാനമാണ്. നമ്മളറിയാം, നമ്മളുള്ള എല്ലാ അണക്കെട്ടുകളും, നമ്മളുണ്ടാക്കിയ എല്ലാ വീടുകളും ചോരുന്ന സമയമാണ്. പക്ഷേ നമ്മളുടെ ആരുടെയെങ്കിലും ഹൃദയത്തിൻ്റെ വാൽവിന് ചോർച്ച ഉണ്ടാവും. ചോർച്ചൻ്റെ ആരും ഈ താജ് ഓഡിറ്റോറിയത്തിൽ ഇരിക്കില്ല, അവിടെ ഇരിക്കാൻ കഴിയില്ല. ഒരു ചെറിയ ചോർച്ച ഉണ്ട് എങ്കിൽ നമ്മൾ ഒന്നുകിൽ വെന്റിലേറ്ററിലോ അല്ലെങ്കിൽ മരണപ്പെട്ടു പോയിട്ടോ ഉണ്ടാവും. ചെറിയ ചോർച്ച പോലും. പക്ഷെ ആ സാധനത്തിൻ്റെ സിസ്റ്റമാറ്റിക്, നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നടക്കുന്നത്. ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 2 വാൽവുണ്ട്, ഇവിടെ 2 വാൽവുണ്ട്. ഈ വാൽവ് തുറക്കുമ്പം ഈ വാൽവ് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. നാല് സെറ്റ് വാൽവാണ്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിലെ വാൽവുകൾ എത്ര തവണ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്? 1 മിനിറ്റിൽ 72 തവണ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആ വാതിലൊന്ന് 1 മിനിറ്റിൽ 72 തവണ തുറക്കുകയും അടയ്ക്കുകയും ചെയ്ത് നോക്കി. അവർക്ക് വേറെ വാടക കൊടുക്കേണ്ടി വരും, ആ വാതിലിൻ്റെയും കൂടി വാടക കൊടുക്കേണ്ടി, കാരണം അത് പൊളിഞ്ഞാടും. പക്ഷേ ഇത് ആ പറഞ്ഞ കണക്കുകളൊക്കെ ഈ വാൽവിനും ബാധകമാണ്. ഇനി ഈ വാൽവ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത്? ഭയങ്കര ഒരു വലിയ സംഭവം കൊണ്ടാണ് നമ്മുടെ വാൽവുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മുടെ വാൽവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ വാൽവ്. ഇത് ഒറിജിനൽ വാൽവാണ്. ഇത് നമ്മൾ കഞ്ഞിയൊക്കെ കുറച്ച് നേരം വെച്ചിട്ടുണ്ട്, അതിന് മുകളിൽ ഒരു പാട വരും, അല്ല പാലിൻ്റെ മുകളിലൊക്കെ ഒരു പാട വരും. അത്രേ ഇതിന് കപ്പാസിറ്റി ഉള്ളൂ. അതാണ് മനുഷ്യൻ്റെ വാൽവ്. ഈ സാധനം വെച്ചിട്ടാണ് നമ്മുടെ ഹൃദയം കൺട്രോൾ ചെയ്യപ്പെടുന്നത്. ഇതൊരു ചെറിയ കുട്ടികളതാണ്. ശരിക്കും ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഈ വാൽവ് അടയുമ്പം ഈ 2 അറകളിലേക്കും ഒരു തുള്ളി രക്തം പോലും തിരിച്ചു പോകുന്നില്ല. ഇതിനെക്കുറിച്ചൊന്ന് എപ്പോഴെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? അത്രയും സാധനങ്ങൾ ഇങ്ങനെ ഒരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു സാധനം. നമ്മൾ ഉറങ്ങുമ്പോൾ, നമ്മളിനി വെറുതെ ഇരിക്കുമ്പോൾ, ഇത് ഒരിക്കലും ഇത് മാറുന്നില്ല. ഇതിങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വൃത്തിയായി, ഇത്രയും പ്രശ്നമില്ലാതെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന വേറൊരു അവയവം നമ്മുടെ ശരീരത്തിൽ ഇല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇനി ഇതിൻ്റെ അകത്ത് ഇവിടെ കുറച്ച് വേര് പോലുള്ള സാധനം കാണാം. അപ്പോൾ മരണത്തിനെ കുറിച്ച് പറയുന്നതുകൊണ്ട് ഇത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ വേര് പോലുള്ള സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിലേക്ക് രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകളാണ്. അതാണ് കൊറോണറി ആർട്ടറീസ് എന്ന് പറയും. അപ്പം മരണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ഹാർട്ട് അറ്റാക്ക്. എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത് എന്നുള്ളത് നോക്കാം. ഇത് ഹൃദയത്തിലേക്ക് രക്തം കൊടുക്കുന്ന ഒരു രക്തക്കുഴലാണ്. അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണ് വന്ന് അടിയുന്നതെന്നുള്ളത്. അമിതമായിട്ടുള്ള ശരീരത്തിൽ ഉള്ള കൊഴുപ്പാണ് ഒന്ന് രക്തക്കുഴലിൻ്റെ ഉൾഭാഗത്ത് അടിയുന്നത്. അപ്പോൾ ആദ്യം ചെറുതായിട്ട് അടിയുമ്പോൾ ഒന്നും കുഴപ്പമുണ്ടാവില്ല. തോട്ടിലൂടെ വെള്ളം ഒഴുകി പോകുന്നത് പോലെ തന്നെ സൈഡിൽ കൂടെ ഒക്കെ വെള്ളം ഒഴുകി വലിയ കുഴപ്പമില്ലാതെ പോയിക്കോളും. കുറച്ച് അടഞ്ഞു കഴിയുമ്പോൾ
നമുക്ക് ഈ ഭാഗത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു നീല കളർ കാണാം. നീല കളർ എന്ന് പറഞ്ഞാൽ അവിടേക്കുള്ള രക്തോട്ടം നിന്ന് പോയിട്ട് ആ കാർഡിയാക് മസിൽസ്, അവിടെയുള്ള മസിൽസ് നശിച്ചു പോകുമ്പോഴാണ് കളർ മാറ്റം വരുന്നത്. ഇനി അതാണ് ഒന്നാമത്തെ തരത്തിലുള്ള അറ്റാക്ക്. നമുക്ക് ഈ റമദാൻ മാസത്തിലാണ് നമ്മൾ ശരിക്കും ഭക്ഷണത്തിലൊക്കെ നിയന്ത്രണം വരുത്തേണ്ടത്. പക്ഷേ ഏറ്റവും കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും എണ്ണക്കടികൾ കഴിക്കുന്നതും ഒക്കെ റമദാൻ മാസത്തിലാണ്. അപ്പോൾ ഈ ഒരു മാസം ശരിക്കും ഇതിനുള്ളൊരു ട്രെയിനിങ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇനി രണ്ടാമത്തെ തരത്തിലൊരു അറ്റാക്ക് വരാം. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും, പെട്ടെന്നൊരു ടെൻഷനുള്ളൊരു വാർത്ത കേട്ടിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ അമിതമായിട്ടുള്ള സന്തോഷമൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കുഴഞ്ഞു വീണ് നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീഴുന്നത്, അത് കൊറോണറി സ്പാസം എന്ന് പറയും. അതിനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ചെടി നനയ്ക്കുന്ന ഒരു പൈപ്പ് ഇങ്ങനെ ചെടി നനച്ചുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അത് രണ്ട് രീതിയിൽ അടഞ്ഞു പോകാം. ഒന്നുകിൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തെങ്കിലും തുണിയോ വല്ലോ തിരികിയിട്ടുണ്ടെങ്കിൽ അത് അടയ്ക്കാം, അല്ലെങ്കിൽ അത് പുറത്തുനിന്ന് ഇങ്ങനെ ഞെക്കി പിടിച്ചാൽ മതി. ഞെക്കി പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അടഞ്ഞു പോകാം. അപ്പോൾ നമുക്ക് ഈ അമിതമായ സന്തോഷവും സങ്കടവും ദേഷ്യമൊക്കെ വരുന്ന സമയത്ത് ശരീരത്തിൽ വിവിധതരം ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ആ ഹോർമോണുകൾ ഈ രക്തക്കുഴലിനെ ചുരുക്കി കളയുകയും ചെയ്യും. അതിനാണ് സ്പാസം എന്ന് പറയുന്നത്. ആ സാധനം കാരണവും അറ്റാക്ക് വരാം. പക്ഷെ മറ്റേതിൻ്റെ അത്ര ഗുരുതരമായിരിക്കില്ല ഈ ടൈപ്പുള്ള അറ്റാക്ക്. സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും, അതിങ്ങനെ ചുരുങ്ങിപ്പോവുകയും അവിടെ രക്തകോശങ്ങളൊക്കെ വന്ന് അടിയുകയും അവിടെ അടവ് വരികയും, അങ്ങനെയാണ് അറ്റാക്ക് വരുന്നത്. ആൻജിയോപ്ലാസ്റ്റി എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സമയപരിമിതി കൊണ്ട് ഞാനത് കളയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്, മരണം എന്ന് പറയുന്നൊരു സാധനം നിങ്ങൾ ആലോചിച്ച് നോക്കി. ഈ ഹാർട്ട് എന്ന് പറഞ്ഞൊരു സംഭവം വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇതിൽ ഈ സംഭവിക്കുന്ന എവിടെയെങ്കിലും ഒരു ചെറിയ തകരാറ് സംഭവിച്ചാൽ ഒന്നുകിൽ അതിൻ്റെ അകത്തേക്ക് എത്തുന്ന രക്തത്തിൻ്റെ അളവ് കുറയുക, അല്ലെങ്കിൽ ശ്വാസകോശത്തു നിന്ന് രക്തം ഓക്സിജൻ അതിൻ്റെ അകത്തേക്ക് നിറയാതിരിക്കുക, കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടാൻ പറ്റാതിരിക്കുക, ഹൃദയത്തിന് മിടിപ്പിന് എന്തെങ്കിലും പ്രശ്നം വരിക, ഈ രക്തക്കുഴലുകൾ പോവുക, വാൽവിന് തകരാറ് വരിക, എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഹാർട്ടിൻ്റെ പ്രവർത്തനം എല്ലാം കുറഞ്ഞു വരും. അങ്ങനെയാണ് പല രൂപത്തിലുള്ള കാർഡിയാക് ഡെത്തുകൾ, മരണകാരണം ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളായിട്ട് വരുന്ന തരം മരണങ്ങൾ സംഭവിക്കുന്നത്. ഇനി വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു സംഗതിയാണ് സെൻട്രൽ നെർവസ് സിസ്റ്റം എന്ന് വെച്ചിട്ടുള്ള തലച്ചോറ്. തലച്ചോറ് നിങ്ങൾക്കൊക്കെ അറിയാം, തലച്ചോറിന് ഒരു സെറിബ്രണ്ട്, സെറിബെല്ലുണ്ട്, ബ്രെയിൻ സ്റ്റം ഉണ്ട്, മിഡില്ല ഒബ്ലോങ്കറ്റ, അങ്ങനെ വിവിധ ഭാഗങ്ങൾ തലച്ചോറിനുണ്ട്. അപ്പോൾ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തലച്ചോറിലാണ് എല്ലാത്തിൻ്റെയും നിയന്ത്രണങ്ങളുള്ള സ്ഥലം തലച്ചോറാണ്. പക്ഷേ തലച്ചോറാണോ ശരീരത്തിൽ ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ഓർഗൻ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തലച്ചോറ് അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം എന്താ വെച്ചാൽ ഹൃദയത്തിന് ഒറ്റയ്ക്ക് പ്രവർത്തിക്കാനുള്ള കഴിവുണ്ട്. തലച്ചോറിന് എന്തില്ല, ഹൃദയത്തിൻ്റെ സഹായമില്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ല. പക്ഷേ തലച്ചോറിലാണ് പലതിൻ്റെയും കൺട്രോളിങ് സ്റ്റേഷനുകളുള്ളത്. ഓരോ കാര്യങ്ങളും ശരീരത്തിൽ ശ്വാസം എടുക്കുന്നതും അതേപോലെ തന്നെ നമ്മളെ കൈ ചലിക്കുന്നതും കാൽ ചലിക്കുന്നതും ഒക്കെ ഞാനിപ്പോൾ സംസാരിക്കുന്നതും നിങ്ങൾ കേൾക്കുന്നതും നിങ്ങൾക്ക് മനസ്സിലാവുന്നതും എല്ലാം തലച്ചോറിൻ്റെ നിയന്ത്രണത്തിലാണ്. പല ഭാഗങ്ങളാണ് അതിന് പല നിയന്ത്രണങ്ങളും വരുത്തുന്നത്. അപ്പോൾ ഈ തലച്ചോറിനെ കുറിച്ച് ശാസ്ത്രലോകത്തിന് വലിയ അറിവൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഞാനൊരു സ്ഥലത്ത് വായിച്ചിട്ടുള്ളത് എത്രത്തോളം ശരിയാണെന്നറിയില്ല. ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നൊടുക്കുന്ന സമയത്ത് കുറേ ആളുകളെ കൊന്ന സമയത്ത് അദ്ദേഹത്തിന് ഇങ്ങനെ തോന്നി, ഇതിങ്ങനെ വെറുതെ കൊന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ മൂപ്പരെന്ത് ചെയ്തു വെച്ചാൽ അവരുടെ ഡോക്ടർമാരെ വെച്ചിട്ട് കൊല്ലാനുള്ള ജൂതന്മാരുടെ തലച്ചോറിൻ്റെ ഓരോ ഭാഗങ്ങൾ തകരാറാക്കി ജീവിക്കാൻ പറ്റുന്നു. അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് നഷ്ടപ്പെടുന്നത് എന്നുള്ളത് പഠിച്ചിട്ടാണ് അത്ര വലിയൊരു സംഭാവന വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രശ്നം എന്താ, മനുഷ്യൻ്റെ ഹൃദയത്തിനെ കുറിച്ച് പഠിക്കാൻ വല്ല പശുവിൻ്റെ ഹൃദയത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ കുരങ്ങിൻ്റെ ഹൃദയത്തിനെ കുറിച്ചോ ഒക്കെ പഠിച്ചാൽ മതി. അല്ലെങ്കിൽ കിഡ്നിനെ കുറിച്ച് പഠിക്കാൻ താഴ്ന്ന ജീവികളുടെ കിഡ്നിനെ കുറിച്ച് പഠിച്ചാൽ മതി. പക്ഷെ തലച്ചോറിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ
മനുഷ്യൻ്റെ തലച്ചോറിനെ കുറിച്ച് തന്നെ പഠിക്കണം. അതുകൊണ്ട് തന്നെ ന്യൂറോളജി അധികം എക്സ്പാൻഡ് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം അതാണ്. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെ നിയന്ത്രിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് തലച്ചോറെന്ന് വെച്ചിട്ടുണ്ട്. തലച്ചോറിലേക്ക് രക്തം ഈ കളറിൽ കാണുന്നത്, ചുവപ്പ് കളറിൽ കാണുന്നത് തലച്ചോറിലേക്ക് രക്തം കൊടുക്കുന്ന രക്തക്കുഴലുകളാണ്. ഈ രക്തക്കുഴലുകളിൽ ബ്ലോക്ക് വരുമ്പോഴാണ് സ്ട്രോക്ക് വരുന്നത്. പക്ഷാഘാതം എന്ന് മലയാളത്തിൽ പറയുന്ന സ്ട്രോക്ക് വരുന്നത്. അപ്പോൾ ഇത് 2 തരത്തിൽ സംഭവിക്കാം. ഒന്നുകിൽ ഇതിൻ്റെ അകത്തേക്കുള്ള രക്ത ഓട്ടം നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വശം തളർന്നു പോകും, അല്ലെങ്കിൽ ഇത് പൊട്ടി ബ്ലീഡ് ചെയ്യാം. ബ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണഗതിയിൽ മരണമാണ് സംഭവിക്കുക. ബ്ലീഡിങ് നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോകാനുള്ള ഒരു കാരണം തലച്ചോറിൽ ബ്ലീഡിങ് വരുന്നതാണ്. പെട്ടെന്നുള്ള മരണത്തിൻ്റെ കാരണങ്ങളിലൊന്നാണ്. അപ്പോൾ ഈ തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം കറണ്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത്. സോഡിയം, പൊട്ടാസ്യം, നമ്മളെ ബാറ്ററിക്കകത്തൊക്കെ ഉള്ള അതേ പ്രവർത്തനങ്ങൾ വെച്ചിട്ടാണ് നമ്മളെ ഞരമ്പുകളും തലച്ചോറും ഒക്കെ പ്രവർത്തിക്കുന്നത്, കോശങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത്. ഇലക്ട്രിസിറ്റിയാണ്, ഫുൾ ഇലക്ട്രിസിറ്റിയാണ്. ഇതിൻ്റെ അകത്ത് ഒരു സോഡിയം, ഒരു പൊട്ടാസ്യം അല്ലെങ്കിൽ ഒരു ഹൈഡ്രജൻ അയൺ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. പക്ഷേ ഒന്നിലും ഒരു മാറ്റവും ഇല്ലാതെ വളരെ കൃത്യമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് ഒരു ന്യൂറോൺ എന്ന് വെച്ചിട്ടുണ്ട് എങ്കിൽ അപ്പോൾ ഇത് മൂന്നും കൂടിയുള്ളൊരു സിങ്ക്രണൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെയാണ് മനുഷ്യൻ്റെ ജീവൻ നിലനിൽക്കുന്നത്. ഹൃദയവും തലച്ചോറും ശ്വാസകോശവും. ഇനി അതിൻ്റെ കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ അവയവങ്ങളും ആവശ്യമാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഉള്ളത് ഒന്ന് കിഡ്നിയാണ്. കിഡ്നിയിൽ മില്യൺ കണക്കിന് നെഫ്രോണുകളാണ്. നെഫ്രോൺ എന്ന് വെച്ചാൽ ഏറ്റവും ചെറിയ അരിപ്പനെയാണ് നെഫ്രോൺ എന്ന് പറയുന്നത്. ഒരു ദിവസം ഏകദേശം 200 ലിറ്റർ രക്തമാണ് നമ്മളൊരു കിഡ്നി അരിക്കുന്നത്. അതിൽ ടോട്ടല് ബോഡിയിൽ 5 ലിറ്ററോളം രക്തമേ ഉള്ളൂ. അതുകൊണ്ട് ആ രക്തം തന്നെ ഏകദേശം 40ഓളം തവണ നമ്മളെ കിഡ്നി അരിക്കുന്നുണ്ട്. ഒരു 5 ലിറ്ററിനെ 40 തവണ അരിച്ചാൽ മാത്രമേ 200 ലിറ്റർ രക്തമാവുള്ളൂ.
അപ്പോൾ ഈ ഒരു സംവിധാനം വളരെ കൃത്യമായി കിഡ്നിയിൽ നടക്കുന്നുണ്ട്. ഇനി ലിവറിൽ എന്താണ് നടക്കുന്നത്? ലിവറിൽ നടക്കുന്നത് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഉള്ള മുഴുവൻ പോഷകങ്ങളും വലിച്ചെടുക്കുകയും അതിൽ ഉള്ള വിഷാംശങ്ങളെ ഇല്ലാതാക്കുകയും അതിൻ്റെ കൂടെ ആവശ്യമുള്ള പോഷകങ്ങളെ ആവശ്യമുള്ള രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ലിവറിൻ്റെ പ്രത്യേകത. അപ്പോൾ ലിവറിൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ലിവർ പ്രവർത്തിക്കാതിരുന്നിട്ടുണ്ട് എങ്കിൽ നമ്മുടെ ശരീരത്തിൽ അമോണിയൻ്റെ അളവൊക്കെ കൂടിയിട്ട് നമുക്ക് പല രൂപത്തിലുള്ള പ്രയാസങ്ങളും ഉണ്ടാവും. പക്ഷെ പെട്ടെന്ന് മരണത്തിന് കാരണമാവാൻ ഈ 3 ശ്വാസകോശം, ഹൃദയം, അതേപോലെ തന്നെ തലച്ചോറ്. അപ്പോൾ ഈ 3 അവയവ വ്യവസ്ഥകളുടെ പ്രവർത്തനമാണ് ഈ മരണത്തിന് അതിൻ്റെ അകത്തുള്ള പ്രശ്നങ്ങളാണ് മരണത്തിന് കാരണമാകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതൊരു വല്ലാത്ത സൃഷ്ടിപ്പാണല്ലേ. വിശുദ്ധ ഖുർആനിൽ പടച്ചതമ്പുരാൻ മോമിനൂനിൽ പറഞ്ഞിട്ടുണ്ട്, 14-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്, അള്ളാഹു ആണ് സൃഷ്ടാക്കളിൽ ഏറ്റവും നല്ല സൃഷ്ടാവ് അള്ളാഹു ആണ് അനുഗ്രഹ സമ്പൂർണനെന്ന് കൃത്യമായി മോമിനൂൻ്റെ അവസാന ഈ 14-ാമത്തെ ആയത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. ഏറ്റവും നല്ല സൃഷ്ടാവ് അള്ളാഹു ആണ്, അതിൽ തന്നെ അവൻ അനുഗ്രഹ സമ്പൂർണനാണ് എന്നുകൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾക്ക് തന്നിട്ടുള്ള ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊക്കെ പടച്ചതമ്പുരാനാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തുള്ളൊരു സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മരിക്കുമ്പോൾ എന്താണ് പോകുന്നത്? ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ചോദിച്ചു വെച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, മരിക്കുമ്പോൾ എന്താണ് നഷ്ടപ്പെടുന്നത്? മരിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവാണ് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ശാസ്ത്രം ഇന്ന് ആത്മാവ് എവിടെയാണെന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളൊക്കെ മണിക്കൂറുകളോളം ചർച്ച ചെയ്തിട്ടുണ്ട്, എന്താണ് മരിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നൊരു സാധനം. ആ സാധനത്തിനെ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ മനുഷ്യന് മരിക്കാതെ സൂക്ഷിക്കാമല്ലോ. അപ്പോൾ അതൊരു ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നുണ്ട്. ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നുണ്ട്, എന്താണ് ആത്മാവ്? അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഇസ്രായിലെ 85-ാമത്തെ വചനത്തിൽ പറഞ്ഞിട്ടുള്ളത്, യസ്അലൂനക അനിർ റൂഹി കുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല. ഇതിൽ പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ, നിന്നോട് അവൻ ആത്മാവിനെ പറ്റി ചോദിക്കുന്നു, പറയുക, ആത്മാവ് എൻ്റെ രക്ഷിതാവിൻ്റെ കാര്യത്തിൽ പെട്ടതാകുന്നു, അറിവിൽ നിന്ന് അല്പമല്ലാതെ നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടില്ല. അതായത് വിശുദ്ധ ഖുർആനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അതെന്താ സംഗതി എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെയായിട്ടും. എന്താണ് ഈ സംഗതി നഷ്ടപ്പെടുന്നത്? ആ നഷ്ടപ്പെടുന്നത് ശാസ്ത്രം ഇന്നിപ്പം ഹെഡ് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടി, ഇപ്പോൾ ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷനൊക്കെ കഴിഞ്ഞിട്ട് ഈ കഴുത്തിന് മുകളിലോട്ടുള്ള ഭാഗം ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്, അതായത് മാറ്റിവെക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. കൈ ട്രാൻസ്പ്ലാന്റ് ചെയ്തു, ലങ്സ് ട്രാൻസ്പ്ലാന്റ് ചെയ്തു, ചെറുകുടൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തു, തൊലി ട്രാൻസ്പ്ലാന്റ് ചെയ്തു, ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്തു, എല്ലാം ട്രാൻസ്പ്ലാന്റ് ചെയ്തു. ഹെഡ് ട്രാൻസ്പ്ലാന്റേഷനിലാണ് നിലവിൽ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു സംഗതി നിൽക്കുമ്പോൾ ഇതിനൊക്കെ തടസ്സമായിട്ടുള്ളത് ഈ മരിക്കുമ്പം നഷ്ടപ്പെടുന്നത് എന്താണ്? അതിനെക്കുറിച്ച് കൃത്യമായി വിശുദ്ധ ഖുർആനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, എല്ലാ ആത്മാവും മരണത്തെ രുചിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ആ ഒരു ഈമാനിൻ്റെ ഉറപ്പാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് അപ്പോൾ നമ്മൾ അസുഖം വന്നാൽ ചികിത്സിക്കണ്ടേ, വെറുതെ ഇരുന്നാൽ മതിയോ എന്നുള്ളതൊരു ചോദ്യമായി വരാൻ സാധ്യതയുണ്ട്. അതിനാണ് പടച്ചതമ്പുരാൻ നമുക്ക് ബുദ്ധി തന്നിട്ടുള്ളത്. ആ ബുദ്ധി ഉപയോഗിച്ചിട്ട് ചിന്തിക്കണം, അത് അസുഖം വന്നിട്ട് ചികിത്സിക്കണം, നമ്മളെ കൊണ്ട് കഴിയാവുന്നതിൻ്റെ പരമാവധി ചികിത്സിക്കുക, ബാക്കി പടച്ചതമ്പുരാനോട് പറയാം. അപ്പോൾ നമ്മളെ മരിപ്പിക്കുന്നതും ജീവിപ്പിക്കുന്നതും പടച്ചതമ്പുരാനാണ്. അപ്പോൾ പടച്ചതമ്പുരാന് അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.